ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് ആദ്യമായിട്ട് എൻ്റെ ഫേസിൽ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ബ്രൈഡൽ മേക്കപ്പ് ആണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ലെൻസ് വെച്ച് എൻ്റെ കരച്ചിൽ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ശരിയായിട്ടോ. പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റി. എൻ്റെ കണ്ണ് വലുതായതുകൊണ്ട് എളുപ്പം വെക്കാൻ പറ്റി എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ത്രെഡിങ്ങിലാണ് തുടങ്ങി. ആദ്യം തൊട്ട് തന്നെ തുടങ്ങി. ആദ്യമായിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ത്രെഡ് ചെയ്യാൻ വരെ കയ്യിലുണ്ടാവുന്ന അത്ര തവണയാണ് ലൈഫിൽ ഇതുവരെ ത്രെഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ക്രീംസോ ഫേസ് മേക്കപ്പോ ഒന്നും ചെയ്യാത്ത ആളാണ്. ഡെയിലി മേക്കപ്സും ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു ഫംഗ്ഷന് പോകുമ്പോഴും ന്യൂഡായിട്ട് തന്നെയാണ് ഫേസ് വെച്ച് പോകാറുള്ളത്. ഒരു കണ്ണെഴുതും പൊട്ടുകുത്തും നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ, അത്ര തന്നെ. അങ്ങനെ ആദ്യമായിട്ടൊരു മേക്ക് ഓവർ നടത്തുവാണ്. നമ്മളൊരു പ്രൊമോഷൻ വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. എനിക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എൻ്റെ ഫേസിൽ എങ്ങനെ ഉണ്ടാവും മേക്കപ്പ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാ ഗേൾസിൻ്റെ ഒരു ആഗ്രഹമായിരിക്കില്ല ഒരു ബ്രൈഡായിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാനായിട്ടുള്ളൊരു ആഗ്രഹം. അങ്ങനെ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ആഗ്രഹിച്ചതിന് അപ്പുറത്ത് ആ കുട്ടി ചെയ്തു തന്നു കേട്ടോ എനിക്ക്. നൈറ മേക്കപ്സ് ആണ് ആ കുട്ടിയുടെ പാർലറിൻ്റെ പേര്. ഓൺലൈനായിട്ട് ചെയ്തത്, ഓഫ്ലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. കുട്ടിയുടെ പേര് ശ്രീപ്രിയ എന്നാണ്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പം നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ചെയ്തു കേട്ടോ. നന്നായി സംസാരിച്ച് ഞാനാണെങ്കിൽ വായ അടയ്ക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ വീഡിയോ കണ്ടപ്പോഴേ ഞാൻ ആലോചിച്ച് വായ പൂട്ടാനായിരിക്കും നേരമില്ല, വളരെ ചുരുക്കം മാത്രമാണ് വായ അടച്ചിട്ടുള്ളത്. അങ്ങനെ മേക്കപ്പ് ചെയ്തു, സാരിയൊക്കെ ശരിയാക്കി, സാരി ഡ്രൈപ്പിംഗ് ഒക്കെ ആ കുട്ടീനാണ് ചെയ്തത്. കംപ്ലീറ്റ്ലി ഹെയറും എല്ലാതും. പിന്നെ കുട്ടിയുടെ തന്നെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് ഹെയറൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടൊരു വീഡിയോ എടുത്തു. അപ്പം എൻ്റെ അടുത്ത് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ കോലം വന്നിട്ട് എന്നോട് ഇടരുതെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും അവസാനം ഞാനൊരു ജസ്റ്റ് വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കി. പക്ഷേ മറ്റുള്ള ഫങ്ഷൻസ് എനിക്ക് വേറൊരു വർക്കും കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നുകൊണ്ടാണ് കുറച്ച് ഇരുട്ടായി തുടങ്ങി. പിന്നെ 2-3 മണിക്കൂർ വേണമല്ലോ മേക്കപ്പ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് കുറച്ചധികം ഇരുട്ടായി തുടങ്ങി. പറ്റുന്ന പോലെയൊക്കെ ഫോട്ടോസ് എടുത്തു കേട്ടോ. നമ്മൾ ക്യാമറമാനെ വെച്ചിട്ടൊന്നുമല്ല, നമ്മുടെ തന്നെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു ചേട്ടൻ ഐഫോൺ വെച്ച് വീഡിയോസ് എടുക്കുവാണ്. അങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു. ഷൂട്ടിൻ്റെ വീഡിയോസ് പെട്ടെന്ന് തന്നെ വരും കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്യണേ.